അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മടവൂർ കാഫിലയുടെ പ്രയാണത്തിൽ പുതിയൊരു വഴിയിലേക്ക് ഏവർക്കും സ്വാഗതം. അൽഹംദുലില്ലാഹ്, ഇന്ന് കോഴിക്കോട് ജില്ലയിൽ മാവൂര് ഭാഗത്ത് മൊയാപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് CM വലിയുല്ലാഹിയെ ഹയാത്ത് കാലത്ത് കാണാനും ബന്ധപ്പെടാനും ഒക്കെ ഭാഗ്യം കിട്ടിയ അബ്ദുള്ള ദാരിമി ഉസ്താദിനെ കാണാനാണ് ഇന്ന് മടവൂർ കാഫില എത്തിയത്. അൽഹംദുലില്ലാഹ്, ഉസ്താദിന് CM വലിയുല്ലാഹിയെ ഹയാത്ത് കാലത്ത് പലതവണ കാണാനും ബന്ധപ്പെടാനും ആ അനുഭവങ്ങൾ ഇന്ന് മടവൂർ കാഫിലയോടൊപ്പം നമുക്ക് വേണ്ടി പങ്കുവെക്കുകയാണ്. അള്ളാഹു അവർക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദിനോട് നമുക്ക് ഉസ്താദിൻ്റെ അനുഭവങ്ങൾ ചോദിച്ചറിയാം. അൽഹംദുലില്ലാഹ്, ഏതായാലും വലിയ സന്തോഷം നിങ്ങളുടെ എത്താൻ പറ്റുമല്ലോ. CM വലിയുല്ലാഹിയുമായി ബന്ധപ്പെടാൻ, ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ടത് എപ്പോഴാണ്, ഏത് സമയത്താണ്, പഠിക്കുന്ന സമയത്താണോ, അതിനുണ്ടായ കാരണം എന്താണെന്ന് പറഞ്ഞു തരും. ഞാൻ അൽഹംദുലില്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. ഞാൻ വയനാട് ജില്ലയിൽ കണ്ടത്തുവയൽ ദർശനോദിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അടുത്ത് ഒരു സ്ഥലത്ത് പടിഞ്ഞാറത്തറ ഭാഗത്ത് CM വരുന്നുണ്ട് എന്ന് കേട്ടു. അങ്ങനെ ഞാൻ മുത്താലിമാണ്, ഓതി തുടങ്ങുന്ന കാലമാണ്, അത്തരണതെ ഓതുന്ന ടൈമാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും പോയി കണ്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ ദർക്കാന്ന് പറഞ്ഞ് അങ്ങനെ പോന്നു പിരിഞ്ഞു. പിന്നീട് കുറേ കാലം അങ്ങനെ കഴിഞ്ഞ് പിന്നെ ഇവിടെ കുറ്റിക്കാട് വന്നിരുന്നു. ഞങ്ങളെ കാതിയായ മുഹമ്മദ് മുസ്ലിയാർ വീട്ടിൽ വന്നിരുന്നു. അങ്ങനെ മറ്റ് ചില വീടുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കണ്ണിപറമ്പിൽ തന്നെ മോയിൻ ബാപ്പുവിൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പിന്നീട് കുറേ അങ്ങനെ നിന്ന് പിന്നെ അത് 78-ലാണ്. പിന്നെ ഈ പ്രാവശ്യങ്ങളൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അനുഭവമില്ലേ, ഈ മുത്താലിമായിരിക്കുന്ന സമയത്ത് പോയി കാണുമ്പോൾ ഷെയ്ഖുനടുത്ത് എന്താ ചോദിച്ചത്? അല്ല, ഞാൻ പഠിപ്പുണ്ടാണോ എന്ന് പറഞ്ഞ് പഠിക്കാൻ വേണ്ടി പറയും. അങ്ങനെ പിന്നെ 81-82 കാലത്ത് കോട്ടക്കൽ പുലിക്കോടാണ്, പുലിക്കോട് ദർശനം. അപ്പോഴാണ് ഉസ്താദിനോട് പറഞ്ഞതിൻ്റെ രോഗത്തിന് ഒന്ന് CM പോയി കണ്ടോന്നാണ്. എൻ്റെ മൈത്ര ഉസ്താദ് മൈത്ര അഹമ്മദ് മുസ്ലിയാർ അവിടെ പറഞ്ഞ് CM പോയി കാണുന്നത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോഴിക്കോട് പോകും, കാണും ചെയ്യും വരും. പിന്നെ അങ്ങനെ നിന്നിന് പിന്നെ ഇടയ്ക്ക് അങ്ങനെ പോയി കൊണ്ട് ഒന്നുകൊണ്ടൊക്കെ നിൽക്കും. പിന്നെ 84 അവസാനത്തിലാണ് ഞാൻ നന്ദി ചേരുന്നത്. നന്ദിയിലായിരുന്നു. അപ്പോൾ എൻ്റെ വിഷയം ചിലരൊക്കെ പറഞ്ഞ സംശയമൊക്കെ അറിയാം, അങ്ങനെ സംസാരത്തിനൊരു വിക്കുള്ള വിഷയം. പ്രിൻസിപ്പളല്ലേ ഉസ്താദ്, മെയിൻ ഉസ്താദ്. അപ്പോൾ മൂപ്പൻ്റെ ഈ വീക്ഷണത്തിൽ കിട്ടിയത് കൊണ്ട് എന്നെ പ്രത്യേകം വിളിപ്പിച്ച്, ഞാൻ കുമരപുത്തൂർ അബ്ദുൽ ക്ലാസ്സിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ ഒരു കുട്ടി ഒന്ന് വിളിക്കുന്നത്, അബ്ബാസ് എന്ന് പറഞ്ഞ കുട്ടി. നിന്നെ സംസലിനെ വിളിക്കുന്നത്, ഷെയ്ഖനെ വിളിക്കുന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ പറഞ്ഞ്, എടാ ഞാൻ നിന്നെ വിളിച്ചത് നീ ഒന്ന് ദർശനം നടത്താനുള്ളതല്ലേ, ദർശനം നടത്താനുള്ളതല്ല, അതുകൊണ്ട് നീ ഇവിടെ മടവൂരിന് എത്തിയല്ലേ, ഞാൻ പറഞ്ഞു വെച്ചെന്ന് പറയും, ഞാൻ പറഞ്ഞെന്ന് പറയും. അപ്പം അങ്ങനെ ഇന്നേനെ പോയിക്കൊള്ളൊന്നുമില്ല, നാളെ പോയാലും മതിയാണ്. അപ്പം ഞാൻ അപ്പം തന്നെ പോയി, കോഴിക്കോട് ബസ് കയറി പോയി അടുത്തി കണ്ട്. അവിടെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ഇക്കാക്ക പറഞ്ഞു വെച്ചതാണെന്ന് ചോദിച്ചു. ഇക്കാക്ക പറഞ്ഞു വെച്ചതാണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാക്ക പറഞ്ഞു വെച്ചാണ്. അങ്ങനെ എൻ്റെ ഇത് മാറണം, സംസാരത്തിലുള്ള വിഷമം മാറണം തന്നെ. അതേ മാറ്റി തന്നു, അത് സിഹറാണ്, അതേ മാറ്റി തന്നു, ഞാൻ ബാത്തിലാക്കി, സിഹറാണ് പറഞ്ഞു. അപ്പോൾ സിഹറാന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു, എന്താ നമുക്കാരാ സിഹർ ചെയ്യാന്ന് ചോദിച്ചു. കേട്ടില്ല, നമുക്കൊക്കെ ആരാണ് സിഹർ ചെയ്യാന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. വെറുതെ ചോദിച്ചാണ് സിഹറാണ് ആരാ സിഹർ ചെയ്ത് അറിയാൻ വേണ്ടി. അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ചോദിച്ചത് നന്നായത് പിന്നെ തോന്നും ചെയ്ത്, കാരണം മറുപടി വന്നപ്പോൾ നമുക്കാരാ സിഹർ ചെയ്യാൻ, നമുക്ക് അടക്കായിരുന്നു. എഴുന്നേറ്റ് ഇരുന്നിട്ട് നമുക്കാരാ സിഹർ ചെയ്യാന്ന്. മോമിനല്ലേ, മോമിനിങ്ങളല്ലേ, മോമിനിങ്ങൾക്ക് പിശാചുക്കൾ സിഹർ ചെയ്യൂലേ. സംസലമ്മയുടെ കോളേജിലല്ലേ പഠിക്കുന്നത്, കോളേജിന് സിഹറില്ലേ, സംസലമ്മക്ക് സിഹറില്ലേ, എന്തൊക്കെ പറഞ്ഞു ചോദിച്ചപ്പോൾ ചോദിച്ചു. എന്നാൽ ഖുർആൻ ഓതുമ്പോൾ അഴുതുബില്ലാഹിമിനശ് ശൈത്വാനിർ ഓതാൻ പറഞ്ഞത് ആ സിഹർ ഏൽക്കാതിരിക്കാനല്ലേ. അപ്പോൾ അതേ പിന്നെ കണ്ട് ഈ മുസന്നദിലുണ്ട് ആ സംഭവം. അപ്പോൾ അങ്ങനെ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ്, അപ്പോൾ പിന്നെ പറഞ്ഞ് അബ്ദുൽ സുലൈരും മരിച്ചത് ദർശനത്തിക്കൊണ്ടിരിക്കുമ്പല്ലേ, അത് സിഹറല്ലേ. പിന്നെ അപ്പോൾ
ഇങ്ങനെ ഇതായപ്പോൾ കുറേ ഇതല്ല ഒരു ഒരു ഗൗരവം വിനോദം പറഞ്ഞു നിങ്ങൾക്ക് എന്താ അറിയാം, കുറെ ആളുകളെ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് എന്താ അറിയാം, നാമാണ് ലോകം നിയന്ത്രിക്കുന്നത്, നിങ്ങൾക്ക് എന്തറിയാം. 2-3 ദിവസം പറഞ്ഞു. എന്ത് പറഞ്ഞു? നാമാണ് ലോകം നിയന്ത്രിക്കുന്നത്, നിങ്ങൾക്ക് എന്തറിയാം, നമുക്കൊന്നും അറിയില്ലല്ലോ. നിങ്ങൾ നേരിട്ട് കേട്ടതാ? ആ സമയത്ത് ബ്യൂതനീയാത്തേനി നാമാണ് ലോകം നിയന്ത്രിക്കുന്നത്, നിങ്ങൾക്ക് എന്തറിയാം. അപ്പോൾ ഒന്നും അറിയില്ല ഉറപ്പന്നല്ലേ. ഞാൻ സംഭവിച്ചു അവൻ്റെ സല്ലാംനാൾക്ക് അവനൊന്നും വിടിയില്ല. പിന്നെ എന്നോട് പറഞ്ഞു പോവാം. പിന്നെ ഞാൻ അങ്ങനെ ഇടയ്ക്ക് പോവും. അങ്ങനെ കുറേ പ്രാവശ്യം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനത്തെ ഞാൻ അന്ന് ഈ മുത്താരിമകൾക്കൊന്നും വിധിക്കലല്ലാണ്ട് ഇജാസത്ത് കൊടുക്കില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും ചെല്ലാളെ മിസ്കാത്തിലും ബുഹാരിയിലൊക്കെ ഉള്ള ഹദീസുകളില്ലേ, അതിലെത്തിക്കൽ ചൊല്ലിക്കുവാണ്. അപ്പം എനിക്ക് ഓൾ പെർമോഷനാണ്. ഇന്നതൊന്നും അറിയില്ല, ഇന്ന് ചെല്ല. അപ്പം അങ്ങനത്തെ ഒരു ഇജാസത്ത് കിട്ടിയ. വേറെ പിന്നീട് ദർസ് കഴിഞ്ഞതിന് ശേഷം കാണാൻ പോയിരുന്നു? അങ്ങനെ പോകാൻ ഇടക്കിടക്ക് പോകും. അപ്പം ഉണ്ടായ അനുഭവങ്ങൾ? അപ്പം അങ്ങനെ അങ്ങനത്തെ അനുഭവങ്ങൾ വെച്ചാൽ അങ്ങനെ ഒന്നുമില്ല. എന്നാലും പ്രധാനപ്പെട്ടത് ഞാൻ ഒരിക്കലും കാണാൻ വേണ്ടി പോയപ്പോൾ ഈ ഉസ്മാമില്ലായിരുന്നു കോണി കയറണം. റാണിയ അല്ല ഇറങ്ങിപ്പോയിരുന്നു. അത് കഴിഞ്ഞ് ബന്ധാക്കി. അത് കഴിഞ്ഞോട് കൂടെ ബന്ധായി. പിന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുക, കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇവിടെ എൻ്റെ ഒരു സുഹൃത്ത് കൊട്ടപ്പുറ അലി ദാരിമി ഒക്കെ അങ്ങനെ 3-4 ആൾ കക്കിടിപ്പുറത്തിൻ്റെ അടുത്ത് നിന്ന് വരുന്നു. കക്കിടിപ്പുറം സലാം പറഞ്ഞു ഇവരോട് പറയാൻ പറയണമല്ലോ. അപ്പോൾ പിന്നെ മൂപ്പത്തിൻ്റെ പറഞ്ഞ് കക്കിടിപ്പുറത്ത് നിന്ന് വന്നവരെ വിളിക്കുന്നവരെ പാലടച്ചിട്ടിരിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. കക്കിടിപ്പുറത്ത് നിന്ന് വന്നവരെ വിളിക്കുന്നുണ്ട്. അങ്ങനെ 3-4 ആൾ കയറിപ്പോയി. എനിക്ക് കാണാൻ കഴിഞ്ഞില്ല കേട്ടോ. ഞാൻ പിന്നെ ഇടയ്ക്ക് അങ്ങനെ പോവും. ചിലപ്പോൾ അവിടെ പറ്റ ബന്ധം സഹിക്കും. ചിലപ്പോൾ എന്താ പറയും, ചിലപ്പോൾ ചോദിക്കുക ആരാണ് ചിലപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നിൽക്കുക. അപ്പോൾ ആരാ വെച്ചാൽ അബ്ദുള്ളാണ്, കുറ്റിക്കാടാണോ ചോദിക്കും. ചിലപ്പം ചോദിക്കില്ല എവിടെയാന്ന് ചോദിക്കും. അപ്പോൾ കുറ്റിക്കാടാണ് അബ്ദുള്ളാണോ ചോദിക്കും. ഈ ഷംസുലുലമയുടെ അടുത്ത് പഠിക്കുമ്പോഴേ ഷംസുലുലമ ഷെയ്ഖുന സബക്കിൽ വെച്ച് സി എം വലിയുള്ളതിനെ കുറിച്ച് കേട്ടില്ല. അപ്പം ദർശി കാര്യങ്ങളിങ്ങനെ പറഞ്ഞു പോകല്ലാതെ മറ്റു വിഷയങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഈ 70-ാം വാർഷിക സമ്മേളനം ഉണ്ടായില്ല. സമയത്ത് പറഞ്ഞ് കോഴിക്കോട് ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, സൗകര്യമുള്ളവർക്ക് പോവാം സംസ്ഥാന സമ്മേളനത്തിന്. സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട് സമ്മേളനം നടക്കുന്നുണ്ട്, സൗകര്യമുള്ളവർക്ക് പോവാം. കുട്ടികളോടെ പറഞ്ഞേ. അത്ര മാത്രമേ പറഞ്ഞുള്ളൂ, കൂടുതലൊന്നും അങ്ങനെ ഇതാക്കിയില്ല. എന്നാലും സൗകര്യമുള്ളവർക്ക് പോകാം. സഭക്ക് മുടക്കണ്ടെന്നുള്ള നിനക്ക് സബുക്ക് ഭയങ്കര ഇതല്ലേ, കർശനായിരുന്നല്ലേ. സബുക്കും നല്ല ഫലവത്താണ്. പട്ടിക്കാട് നിന്ന് പൂച്ചക്കാടിലേക്ക് പോകുമ്പോങ്ങളുണ്ടോ? ഇല്ലല്ല, മുമ്പങ്ങൾ അതിന് പട്ടിക്കാട് പൂച്ചക്കാട് അത് അതിന് മുമ്പല്ലേ? അല്ല, പൂച്ചക്കാട് ഒന്നിൻ്റെ നന്ദിയിലൊന്ന് അവിടെ അതിനുശേഷം നന്ദിയിലേക്ക് വരുന്നല്ലേ. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട അനുഭവങ്ങൾ. ഒരുപാട് തവണ കാണാൻ പറ്റിയിട്ടുണ്ടല്ലേ? ഉസ്താദിന്റെ ഒപ്പം പോയിട്ടുണ്ടോ? ഉസ്താദിന്റെ ഒപ്പം, നിങ്ങളുടെ ഉസ്താദിന്റെ ഒപ്പം ഷെയ്ഖുനെ കാണാൻ പോയിട്ട് ദർസിൽ പഠിക്കുമ്പോ? ഇല്ല, ഉസ്താദിനെ അയച്ചിട്ടേ ഉള്ളൂ. ഉസ്താദ് പോവായിരുന്നോ? ഉസ്താദ് പോകലുണ്ട്. വയനാട്ടില് ആരുടെ വീട്ടിലാണ് വന്നത്? അതൊന്നും എനിക്ക് അത്ര പറയാൻ പറ്റില്ലായിരുന്നു. ഞാൻ നിൽക്കുന്ന സ്ഥലമല്ല, മറ്റൊരു സ്ഥലത്താണ്. വയനാട്ടിലേക്ക് പോകും. ഞാൻ കണ്ടെത്തുവയൽ. നമ്മളിന്ന് വയനാട്ടിലേക്ക് പോവുക നിങ്ങളെ കണ്ടിട്ട് ഇൻഷാ അല്ലാഹ്. ഏതായാലും ഇതാണ് അനുഭവങ്ങൾ. ഇത് പടിഞ്ഞാറത്തറ ഭാഗത്താണ് വന്നത്. എങ്ങനെയാണെന്നും ഇപ്പം എനിക്ക് പറയാൻ അറിയില്ല. ഞാൻ പിന്നെ ആ ഭാഗത്തൊന്നും പോയില്ല. കള്ളത്തുവരെ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. കള്ളത്തുവരെ 1-2 പ്രാവശ്യം പോയിട്ടുണ്ട് എന്നല്ലാതെ ആ ഭാഗത്ത് പോയിട്ടുണ്ട്. ഏതായാലും അൽഹംദുലില്ലാഹ് സി എം വലിയുല്ലാഹിയെ കാണാനും ഇത്രയും വലിയൊരു അനുഭവം ജീവിതത്തിൽ കാണാനും ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ഉസ്താദ് ഷെയ്ഖുന
ശിഷ്യന്മാരെ CM വലിയുള്ളാഹി അടുത്തേക്ക് പറഞ്ഞയക്കുക തന്നെ ചെയ്യുമായിരുന്നു. അവരൊക്കെ കാലഘട്ടത്തിലെ മശായിഖന്മാരുമായി ബന്ധം സ്ഥാപിച്ചവരാണ്. അതാണ് അവരുടെയൊക്കെ വലിയ വിജയം. AP ഉസ്താദും ഒക്കെ മശായിഖന്മാരുമായി ബന്ധം സ്ഥാപിച്ചു. എല്ലാ കാലഘട്ടത്തിലും മശായിഖന്മാരുണ്ട്. ആ മശായിഖന്മാരെ കണ്ടെത്തണം. അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെയൊക്കെ മദതും പൊരുത്തവും അള്ളാഹു നമുക്ക് തരട്ടെ. ഏതായാലും ഇൻഷാ അള്ളാഹ് CM വലിയുള്ളാഹിയെ കാണാനും ബന്ധപ്പെടാനും ഭാഗ്യം കിട്ടിയ ആളുകളെയാണ് മടവൂർ കാഫിൽ എപ്പോഴും നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിച്ചു തരുന്നത്. ഇതിന് ഇവരെ പരിചയപ്പെടുത്തി തന്ന നമുക്ക് നേരത്തെ മടവൂർ കാഫിൽ സംസാരിച്ച അബ്ദുള്ള ഹാജിയാണ്. അള്ളാഹു അവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇൻഷാ അള്ളാഹ് പുതിയ അനുഭവങ്ങളുമായി നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലോകമാകെയും നിയന്ത്രിക്കുന്ന വലിയ ലോലമാനസങ്ങളെ തലോടി നിൽക്കും സുഫിയേ, ലോഹ്യമായി നിന്നവർക്ക് നൽകും മൊനിയെ, ലോക്ക് ചെയ്യുവാൻ തുനിഞ്ഞവർക്ക് വീക്കുമലിയേ. ശൈഖുനാ മുഹമ്മദ് അബൂബക്കർ വലി ഖുത്ബു ആലമിൻ മുദബ്ബിറുൽ അവാലിമിൽ ജലീൽ.